സ്വാമിയേ ശരണമയ്യപ്പ. നാളെ മറ്റൊരു മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാരംഭം കുറിക്കുകയാണ്. മനുഷ്യ മനസ്സുകളും പ്രകൃതിയാകെ തന്നെയും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന പുണ്യദിനങ്ങളാണ് അടുത്ത 2 മാസക്കാലം. ഇക്കാലയളവിൽ മനുഷ്യരുൾപ്പെടെയുള്ള സകല ചരാചരങ്ങൾക്കുമുണ്ടാകുന്ന മാറ്റങ്ങളും വർണ്ണനാതീതമാണ്. ശബരിമല തീർത്ഥാടനം നമുക്ക് നൽകുന്നത് വളരെ ഉദാത്തമായ ഒരു സന്ദേശമാണ്. തത്വമസി. തത് എന്നതിനർത്ഥം അത്, ത്വം എന്നാൽ നീ, അസി എന്നാൽ ആകുന്നു എന്നാണ് അർത്ഥം. അതായത് നീ എന്താണോ തേടിയെത്തിയിരിക്കുന്നത്, ഈ ശ്രീകോവിലിന് മുന്നിൽ നീ എന്താണോ കാണുന്നത്, അത് നീ തന്നെ. ഭഗവാനും ഭക്തനും രണ്ടല്ല, ഒന്നു തന്നെയാണെന്ന മഹത്തായ ഒരു സന്ദേശമാണ് നമ്മൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഭഗവത് ദർശനത്തിനായി ശബരിമലയിൽ ശ്രീകോവിലിന് മുന്നിലെത്തുന്ന ഭക്തരുടെ കണ്ണുകളിൽ ആദ്യം ഓടിയെത്തുന്ന സന്ദേശമാണിത്. ഭൗതിക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് കഠിന വ്രതമെടുത്ത് നഗ്നപാതനായി കറുപ്പ് വസ്ത്രമണിഞ്ഞ് കല്ലുകളും മുള്ളുകളും ചവിട്ടി ഈ മേടുകളെല്ലാം കടന്ന് ഈ കൊടുങ്കാട്ടിനുള്ളിലെ ഈ ശ്രീകോവിലിന് മുന്നിൽ ആരെ കാണാനാണോ നീ എത്തുന്നത്, ആരെ തേടിയാണോ നീ എത്തുന്നത്, അത് നീ തന്നെയാണ് എന്നാണ് അവിടെ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നത്. തത്വമസി. അതായത് ശ്രീകോവിലിരിക്കുന്ന ഞാൻ തന്നെയാണ് നീ എന്ന മഹത്തായ സന്ദേശമാണ് അത് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഭഗവാൻ തരുന്നത്, ആ സന്നിധാനം നമുക്ക് തരുന്നത്. ഞാൻ തന്നെയാണ് നീ എന്ന് പറയുന്നതിലൂടെ വളരെയേറെ അർത്ഥവ്യാപ്തിയുള്ള ഒരു ഉപദേശമാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. മനുഷ്യനായ നീയും ഞാനും തമ്മിൽ ഭേദമില്ലെന്ന് ഭഗവാൻ പറയുന്നതിനെ നമ്മൾ അതേ അർത്ഥത്തിലെടുക്കാറുണ്ടോ? നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ടോ? ഈ വ്രതമെടുക്കുന്ന സമയത്ത് തന്നെ, ഭഗവാന്റെ മുദ്രയണിഞ്ഞ് വ്രതമെടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാകാറുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് മനുഷ്യനെ സേവിക്കുക, മനുഷ്യനെ സേവിക്കുന്നത് തന്നെ സേവിക്കുന്നതിന് സമമാണെന്നാണ് ഭഗവാൻ തത്വമസി എന്ന ആ ഒരു വലിയ സന്ദേശത്തിലൂടെ നമ്മോട് പറയുന്നത്. നമ്മളിൽ എത്ര പേർ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാറുണ്ട്? പ്രവർത്തിക്കുന്നില്ല. ശബരിമലയിൽ പോയി ഭണ്ഡാരം നിറയെ സ്വർണവും പണവും നമ്മൾ വാരിയിടും. എന്നാൽ അർഹരായ ആരെയെങ്കിലും സഹായിക്കാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇല്ല എന്ന് തന്നെയാകും നമുക്ക് കിട്ടുന്ന ഉത്തരം. അങ്ങനെ നമ്മൾ വ്രതമെടുത്ത് ശബരിമലയിൽ പോയതുകൊണ്ട് എന്ത് ഭഗവത് പ്രീതിയാണ് ലഭിക്കുക? ഭഗവാന്റെ എന്ത് അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുക? ഒന്നും തന്നെയില്ല. അർഹതപ്പെട്ടവരെ നമുക്ക് കഴിയുന്ന തരത്തിൽ സഹായിക്കുക, ആലംബഹീനരുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് ഭഗവത് സേവ. ഭഗവാനെ നമ്മൾ സേവിക്കുന്നത്. ആ സേവയാണ് ഭഗവാൻ നമ്മളോട് പറയുന്നതും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും. അന്നദാന പ്രഭുവാണ് ഭഗവാൻ. അനാഥരക്ഷകനും ആശ്രിതവത്സലനുമാണ് ഭഗവാൻ. അതിനാൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവൃത്തികളും കരുണാമയനും കലിയുഗവരദനുമായ ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ പാദസേവ തന്നെയാണ്. ഭഗവാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. മാനവസേവയാണ് മാധവസേവ എന്ന ബോധം നമ്മിൽ എപ്പോഴും ഉണ്ടാകണം. ഇതിലൂടെ മാത്രമേ നമുക്ക് കാനനവാസനായ ശബരിഗിരീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ എന്നത് ഈ വേളയിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും കലിയുഗവരദനായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ.